ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണുസുതിയാണ് നമ്മുടെ ടോപ്പിക്ക്. കാണുവാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. അല്ലാത്തവർ നമ്മുടെ ചാനലിനകത്ത് വേറെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, രേണുസുതിയുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ അത്യാവശ്യം കോൺട്രവേഴ്സി ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇന്റർവ്യൂ മനഃപൂർവ്വം ഒരു വിവാദമാക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ എടുത്ത ഒരു ഇന്റർവ്യൂ ആണെന്ന് നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. കാരണം മറ്റൊന്നുമല്ല, അതുല്, ഷെഫീന ബീബി, ഹനൻ, കിച്ചു, കൊല്ലം സുധിയുടെ കുടുംബം എന്നിവരെ അനാവശ്യമായിട്ട് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. രേണുവിന് വേണമെങ്കിൽ അവരുടെ വിശേഷങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു ഇന്റർവ്യൂ നൽകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കിട്ടിയ റീച്ച് ആ ഒരു ഇന്റർവ്യൂവിന് കിട്ടില്ല എന്ന വ്യക്തമായിട്ടുള്ള ധാരണ ആ ഒരു ഇന്റർവ്യൂ എടുത്ത ആളിനുമുണ്ട്, അതേപോലെ ഇന്റർവ്യൂ നൽകിയ രേണുവിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് അനാവശ്യമായിട്ട് അതുലിനെയും മറ്റും വലിച്ചിടിച്ചത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അതൊരു ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതുകൂടാതെ ഇന്നും ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ രേണുവിന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ കോൺടാക്ട് ചെയ്തു. ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം അവരോട് ചോദിച്ചപ്പോൾ അവരാരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഇവർ കൊടുത്ത കാര്യം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുത്തു. അവർ ആ വീഡിയോസ് മുഴുവൻ കണ്ട ശേഷം എന്നോട് പറഞ്ഞത് ഇത് അനാവശ്യമായിട്ട് ഇപ്പോൾ രേണുസുതി ഉണ്ടാക്കിയ ഒരു വിവാദമാണ്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുമെന്ന് കണ്ടറിയാമെന്നാണ് അവരെല്ലാവരും എന്നോട് പറഞ്ഞത്. എന്തായാലും അതില് എന്തുകൊണ്ട് രേണുസുതി അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് അതുലിനെ വലിച്ചഴിച്ചു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. എനിക്ക് പറയാനുള്ള വാക്കുകൾ എന്നെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കുഞ്ഞ് ഇത്രയും ഉണ്ടെങ്കിലും അവൻ എന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് എന്നെക്കാൾ അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാണും കേട്ടോ, നിന്നെക്കാളും ബോധം, വിവരം, ബുദ്ധിയും അറിവും എല്ലാം എല്ലാവർക്കും ഉണ്ട്. നിന്നെ പോലത്തെ ബോധമില്ലാത്ത വേറെ ഇല്ല, ചരിത്രത്തിലില്ല. ഒരു വയ്യാത്തൊരു സ്റ്റേജിൽ എങ്ങനെ സാധിക്കും നിനക്കിങ്ങനെ? എന്താ നിന്റെ വിഷയം? എന്താ ഇത്രയും ദിവസം ഇല്ലാണ്ട്? വേറെ ഒന്നുമില്ല, റീച്ച് പോയി. മീൻസ് ആരും തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു പട്ടിക്കുഞ്ഞോലും ഇപ്പൊ കാശ് വരുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയത്. അല്ലാണ്ട് വേറെ എന്തോ തേങ്ങ. ഇതാണ് ഇപ്പൊ സത്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം രേണുസുതി എന്ന് പറയുന്ന കണ്ടന്റിന് പഴയ പോലെ ആരും അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഇവരിപ്പോൾ ഒരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ഇവരുടെ അസുഖവുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ ആരും ഈ ഒരു ടോപ്പിക് എടുത്ത് വെച്ച് ചർച്ചയാകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ തന്റെ പഴയ സോഷ്യൽ മീഡിയ റീച്ച് പോയി എന്ന് മനസ്സിലാക്കിയ രേണു മനഃപൂർവ്വം ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തു എന്നാണ് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ടത്? അങ്ങനെ ഇട്ടത് കൊണ്ടല്ല ഇപ്പോൾ പഴയ രേണുസുതി ലൂപ്പ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത്. അത് ആക്റ്റീവ് ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രേണുസുതി ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായി, പ്രത്യേകിച്ച് അവരുടെ സുഹൃത്തുക്കൾക്ക് പോലും. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഇന്റർവ്യൂ അനാവശ്യമായിരുന്നു. കാരണം ഓൾറെഡി എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് വെച്ച് അവസാനിപ്പിച്ചതാണ്. ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന ബ്ലോഗേഴ്സിന് മുന്നിലേക്ക് നിങ്ങളെ കടിച്ചു കീറാനുള്ള ഒരു എല്ലിയം കഷ്ണമാക്കി നിങ്ങൾ തന്നെ വലിച്ചെറിഞ്ഞ് കൊടുക്കുമായിരുന്നു എന്ന് ഞാൻ വ്യക്തമായിട്ട് പറയും. അതിന്റെ പേരിൽ എന്ത് ആര് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. ഈ ഒരു വിഷയം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നത് രേണുസുതി എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററാണ്. ഇവരെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയേണ്ടത്. കാരണം തന്റെ റീച്ച് നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെ തന്നെ വീണ്ടും ഒരു കണ്ടന്റ് ആക്കി സോഷ്യൽ മീഡിയയിൽ പ്രസന്റ് ചെയ്യാമെന്ന് അവർ നമുക്ക് കാണിച്ചു തന്നു. ആ ഒരു കാര്യത്തിനകത്ത് ഇവർക്ക് നല്ല മിടുക്കുണ്ട്. പലപ്പോഴും അങ്ങനെ തന്നെയാണ് രേണുസുതി എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ റീച്ച് നേടിയത്. എന്നാൽ ഇന്നത്തെ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇവരുടെ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ രേണുസുതി പറഞ്ഞായിരുന്നു. അതായത് ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ലഭിച്ച തുക കിച്ചു എന്ന് പറയുന്ന രാഹുൽ ദാസിന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് രാഹുൽ വന്നെന്ന് തന്നെ കുറ്റം പറഞ്ഞതെന്നാണ് രേണു പറയുന്നത്. അതിനുള്ള മറുപടി അതിൽ കൊടുക്കുന്നുണ്ട്. ഒരു വിഷമമുള്ളവരുടെ വിഷമം തീർക്കാനാണോ വന്നത്? ഇവിടെ വന്നെന്ന് ഞാൻ അറിഞ്ഞു, എനിക്കറിയില്ല. ഞാൻ ഐസിൽ കിടക്കുക, ഇവിടെ വന്നെന്ന് അറിഞ്ഞത്. എന്തെങ്കിലും പരിസരം നിരീക്ഷിക്കാനോ, ഞാൻ ഇനി എഴുന്നേക്കത്തില്ലെന്ന് അറിയാനോ? അതാണോ? നിനക്ക് നാണമുണ്ടായിരുന്നു? വന്നില്ല എന്ന് പറഞ്ഞ് കണവണാന്ന് കിടന്ന് പറഞ്ഞിട്ടുണ്ട്. വന്നപ്പോ അതും കുറ്റം. ഇപ്പൊ നീ ഞാൻ ചാവാറായോ, ഞാൻ എണീക്കാറായോ, എണീക്കോ ഇല്ലേ നോക്കാൻ വന്നതാ. നിനക്ക് ഉളുപ്പ് ഇല്ലെന്നറിയാം, പണം വന്നത്. എന്നിട്ട് ഒരു വീഡിയോ ഇറക്കിയല്ലോ അമ്മയുടെ സബ്സ്ക്രിപ്ഷൻ. ആ സബ്സ്ക്രിപ്ഷനെ കിട്ടിയ പൈസയും കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് പൈസ. ഞാൻ പണ്ടേക്ക് പറഞ്ഞിട്ടുണ്ട്, നാണം കെട്ടുണ്ടാക്കുന്ന കാശ് നാളെ അതേ മക്കള് നിന്നോട് ചോദിക്കുമെന്ന്. അന്ന് നീ നമ്പിയില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? മൂഫിയ. ഇതാണ് ഞാൻ പണ്ടേ പറഞ്ഞത്. നീ ഇന്ന് ഈ കാശുണ്ടാക്കി നാളെ നിന്റെ മക്കള് നിന്നോട് തിരിഞ്ഞു ചോദിക്കുന്ന ഒരു കാലം വരും. ചോദിച്ചില്ലേ? ഇനി ഋതപ്പൻ, അവന് ബോധം വരട്ടെ, കുറച്ചുകൂടി പ്രായമാവട്ടെ, അവനും ചോദിക്കും. അന്ന് നീ ബിഗ് സീറോ ആവും രേണു. അത് തന്നെയാണ് എനിക്ക് രേണുവിനോട് പറയാനുള്ളത്. പണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഈ സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഓൺലൈനിൽ ചൂടിയായിരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു സബ്സ്ക്രിപ്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് പല ആളുകളും റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടും. അങ്ങനെ പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ കിടക്കും.
അങ്ങനെ കടന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ മക്കളെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന് പലപ്പോഴും രേണു എന്ന് പറയുന്ന വ്യക്തിയോട് ഞങ്ങളെല്ലാവരും പറഞ്ഞതാണ്. അന്ന് അവരത് കേട്ടില്ല. അവർ പറഞ്ഞത് ഞാൻ ഇനി സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഇടും, നിങ്ങൾ വേണമെങ്കിൽ അത് ലീക്ക് ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന സകല വ്ളോഗേഴ്സിനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇപ്പോൾ രേണുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം മറ്റൊന്നുമില്ല, രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അവരുടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ലീക്കായി വന്ന ടൈമിലാണ് ഈ പറഞ്ഞ കിച്ചു എന്ന് പറയുന്ന രാഹുൽദാസിനെ ഞാൻ ഉൾപ്പെടെയുള്ള റിയാക്ഷൻ ബ്ലോഗേഴ്സ് കളിയാക്കിയത്. നിനക്ക് നട്ടല്ലില്ലേ എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അവരിൽ പല ആളുകളും കിച്ചു എന്ന് പറയുന്ന രാഹുൽദാസിനടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. അത് മറ്റൊരു കോമഡി. അന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, എടാ കിച്ചു നിനക്ക് നാണമില്ലേ, നിനക്ക് പറഞ്ഞ് നിർത്തിക്കൂടെ എന്ന് പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും കിച്ചുവിനോട് ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഉള്ളിൽ കിടന്നുകൊണ്ട് തന്നെയായിരിക്കണം കൃത്യമായ ഒരു അവസരം കിട്ടിയപ്പോൾ കിച്ചു എന്ന് പറഞ്ഞ രാഹുൽദാസും മറുകണ്ഠം ചാടി. അങ്ങനെ ചാടിയ കിച്ചു പിന്നീട് രേണുസുതിയുടെ സബ്സ്ക്രിപ്ഷൻ വിഷയം, ഈ ഒരു രേണുസുതി ക്യാൻസർ ബാധിച്ച് ICUവിൽ കടന്ന ടൈമിൽ കിച്ചു കാണാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. വിഷമമുള്ളവരുടെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചു ഒരു വീഡിയോ അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തു. അന്ന് അതൊരു വിവാദമായി. കിച്ചുവിനെതിരെ ധാരാളം ആളുകൾ രംഗത്ത് വന്നപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ എന്ന നിലയിലാണ് കിച്ചു രേണുവിൻ്റെ ആ പഴയ സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത ഒരു വ്യക്തി ഞാൻ എങ്ങനെ അമ്മ എന്ന് വിളിക്കുമെന്ന്. സോ കർമ്മ അത് തിരിച്ചടിച്ചു എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഞങ്ങൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമായിരുന്നു, രേണു ഇത് ചെയ്യരുത്, തെറ്റാണ്, നിങ്ങളുടെ മക്കൾ വളർന്നു വരികയാണ്, അവർക്കൊരു ലൈഫുണ്ട്, അവരെ ഇത് ബാധിക്കുമെന്ന് ഞങ്ങളെല്ലാവരും പലപ്പോഴും പറഞ്ഞതാണ്. പക്ഷെ അന്ന് രേണു അത് കേട്ടില്ല. അതിൻ്റെ ഒരു തിരിച്ചടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. രേണു, നമ്മൾ ആക്റ്റീവായിട്ട് ഓടി നടക്കുന്ന ടൈമിൽ നമുക്ക് കണ്ണിൽ കണ്ടതെല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതാണെന്ന് തോന്നും. അങ്ങനെ തോന്നുമ്പോഴത്തേക്ക് നമ്മൾ അതിനെല്ലാം എതിർക്കാൻ തുടങ്ങും. അങ്ങനെ എതിർത്ത് നമ്മളൊരു ഘട്ടത്തിൽ വീണ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയതെല്ലാം വലിയ വലിയ തെറ്റുകളായിരുന്നു എന്ന്. രേണു ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. രേണു ഇപ്പോഴും പറഞ്ഞത് സബ്സ്ക്രിപ്ഷൻ ചെയ്തത് തെറ്റില്ല എന്നാണ്. അത് നിങ്ങളുടെ വിശ്വാസം, അത് നിങ്ങളെ രക്ഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഒരിക്കലും എങ്ങോട്ടും പോകും. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ വന്നതിന്റെ പശ്ചാത്തലത്തിൽ രേണുസുതിയുടെ സുഹൃത്തായിട്ടുള്ള സജീന ചേച്ചി ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. സജീന ചേച്ചി സത്യം പറഞ്ഞ വീഡിയോ ആയിട്ടല്ല ചെയ്തിരിക്കുന്നത്, അതൊരു വോയിസ് ഓവറാണ്. അത് വീഡിയോ രൂപത്തിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങളും അതുകൂടാതെ ചേച്ചിക്ക് പറയാനുള്ള കാര്യങ്ങൾ വരുന്നു. എന്തായാലും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. എനിക്ക് പേഴ്സണലി തോന്നിയത് ഇപ്പോൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ്. കാരണം ഒരു റീസണും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഒരു പക്ഷേ ഒരുപാട് നെഗറ്റീവ് വീണ്ടും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ തന്നെ അറിയാം, കുറച്ച് പോസിറ്റീവ് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പം എൻ്റെ പേഴ്സണലുള്ള അഭിപ്രായമാണ് ഇപ്പോൾ ഒരു ഈ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പം രേണുസുതിക്ക് 3ാമത്തെ കീമോ, അതായത് 6 കീമോ ആണല്ലോ ഫുള്ള് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 കീമോ കഴിഞ്ഞ് 3ാമത്തെ കീമോ കഴിഞ്ഞിട്ട് ഇനി ഒന്നേന്ന് ഫുള്ളും എല്ലാ ടെസ്റ്റും കൂടി ഒന്നും കൂടി ചെയ്യണം. കാരണം ഇനി അടുത്ത കീമോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഹാഫിൽ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ അതിലുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ള ഈ ആദ്യം ചെയ്തതുപോലെ തന്നെ കുറേ ടെസ്റ്റ് ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് പറയുന്നത്, എനിക്കിപ്പം എന്തോ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കേട്ടാ. ഈ ഒരു ഇന്റർവ്യൂവിന്റെ ആവശ്യം ഇപ്പോൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് രേണുവിന്റെ മറ്റു സുഹൃത്തുക്കളും പറയുന്നത്. അതായത് ഈ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇവർ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളും അവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വീണ്ടും ഒരു വിവാദം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ വീണ്ടും ഉണ്ടാകും സൈബർ ആക്രമണം. അതിനെ നേരിടാണ്ട് ഇവർക്ക് ഇപ്പോൾ പറ്റില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ ചിരിച്ചു കളിച്ച് നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ ആരോഗ്യസ്ഥിതി അല്പം മോശമാണ്. ആ കാര്യം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വീണ്ടും ഈ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ ശ്രമിക്കുന്ന കാര്യത്തോട് ഇവരുടെ സുഹൃത്തുക്കളിൽ ആർക്കും തന്നെ യോജിപ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ ഒരു ഇന്റർവ്യൂവിന്റെ ഇനി സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നുണ്ട്. അതിനകത്ത് ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് തമ്പുരാൻ അറിയാം. അത് വന്നു കഴിയുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന വ്ളോഗർമാർക്ക് നല്ലൊരു ആഘോഷത്തിനുള്ള വകുപ്പ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂയുടെ ഫസ്റ്റ് പാർട്ട് വന്നപ്പോൾ തന്നെ ഇത്രത്തോളം വിവാദമായെങ്കിൽ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് ആകാംക്ഷയുള്ളത്. സോ ഗൈസ്, ഇത്രയോളം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.